നമ്മളിപ്പം പോകുന്ന വെച്ചുകൊണ്ട് ഒരു അടിപൊളി സ്പോട്ടിലേക്കാട്ടോ. ഞാൻ ഒറ്റക്കല്ല, എൻ്റെ വണ്ടീൻ്റെ ബേക്കിൽ ആരുണ്ട്, നമ്മൾ അനു ഉണ്ട്, പിന്നെ അതിൻ്റെ വേറൊരു വണ്ടീൻ്റെ ബേക്കിൽ ആരുണ്ട്, അമ്മു ഉണ്ട്, പിന്നെ ഷിനോജും ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി എന്താക്കിയാണ് ഒന്ന് പുറത്തേക്കെല്ലാം ഒന്ന് ഇറങ്ങിയിട്ട് ഹാപ്പി ആയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോയത്. അടിപൊളി സ്ഥലമാണ്. നമ്മളെ കേരളത്തിൽ തന്നെ ഇതേമാതിരിയുള്ള സ്ഥലം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. അത്ര അടിപൊളി സ്പോട്ടാണ് നമ്മളിപ്പം പോകുന്നത്. പോകുന്ന വഴിക്ക് കണ്ട 2-3 കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അങ്ങനെ വണ്ടിയും കൊണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ മക്കളെ ഇതാരൊക്കെയാണ്, ആഹാ 2 പൂച്ചകൾ എൻ്റെ ക്യാമറയിൽ കുടുങ്ങാതെ പോകാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ഞാൻ തന്നെ എന്താക്കി പൂച്ചേൻ്റെ വീഡിയോ എടുത്ത്. നമ്മളെ ടുണ്ടു ലില്ലു എന്നൊക്കെയാണ് അവരെ പേര് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അതൊന്നും കാര്യമാക്കി എടുക്കൊന്നും വേണ്ട. അങ്ങനെ ഞങ്ങൾ എന്താക്കി സ്പോട്ടിലെത്തിയിട്ടോ. ഇവിടെ ഗേറ്റ് അടച്ചതിനെ കൊണ്ട് ഞങ്ങൾ പതിവ് പോലെ മതിൽ ചാടാതെ സൈഡിൽ കൂടി തന്നെ പോയി. വെള്ളത്തിൻ്റെ ചാട്ടൽ എന്ന് വെച്ചുകൊണ്ട് അത്ര അടിപൊളിയിൽ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നതിനെ കൊണ്ട് നമ്മളോട് പറഞ്ഞു വെച്ചുകൊണ്ട് ഇതന്നെ സ്പോട്ട് വിട്ടോ നടന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെന്താക്കിയാടുന്നു. പിന്നെ ഒരാൾ കണ്ടില്ലേ, ലിഫ്റ്റിക് വെള്ളച്ചാട്ടം കാണാൻ പോകാൻ ലിഫ്റ്റിക് ഇട്ടിട്ടാണ് പോകുന്നത്. ക്യാമറ ഒന്നും പറയാത്തല്ലേ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അങ്ങനെ ഷിനോജ് ഇതൊന്നും കാണാത്ത മാതിരി ഷിനോജിൻ്റെ മുമ്പിലേക്ക് ഞാൻ കുറേ വിളിച്ചടാ, ഷിനോജെ കാണടാ ഇതൊന്നും കാണാനുള്ള ശേഷി അവനില്ലാത്തതിനെ കൊണ്ട് അവനെന്താക്കി കിഞ്ഞ് നടന്നോ എന്ന് മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയെല്ലാം കൂടി നമ്മളെന്താക്കാണ് മുന്നോട്ടേക്ക് തന്നെ നടത്താൻ തുടങ്ങി. നടക്കുന്ന സമയത്ത് എൻ്റെ മക്കൾ നമ്മളെ പഴശ്ശിരാജ് സിനിമ എടുക്കുമോ അതേമാതിരിയുള്ള ഒരു സ്പോട്ട് എന്നൊക്കെ പറയാം. അത്ര അടിപൊളി. ഇത് ഒരാൾ ഹെൽമെറ്റൊക്കെ ഇട്ട് പോകുന്ന വെള്ളത്തിലേക്ക് ചാടാൻ വേണ്ടിയിട്ടുള്ള പോക്ക് മാതിരിയാണ് പോകുന്നത്. വെള്ളം കണ്ടു കഴിഞ്ഞാൽ കുളിക്കില്ലെങ്കിലും വെള്ളം കണ്ടാൽ ഇതേമാതിരിയുള്ളൊരവസ്ഥയാണ്. അങ്ങനെ ചെരുപ്പൊക്കെ ഊരിയിട്ട് ഇതിലുള്ള ചെരുപ്പും ചവിട്ടിയിട്ടാണ് ട്രിപ്പിന് വന്നത് എന്ന് പറയാലോ. അങ്ങനെ എൻ്റെ മക്കളെ ഒരു രക്ഷ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. അത്ര അടിപൊളി സ്പോട്ടാണ്. അത് പൈസ ചിലവില്ലാണ്ട് ഒരു ടിക്കറ്റ് പോലും എടുക്കാണ്ട് നമുക്ക് എന്താക്കുക ഈ ഒരു സ്പോട്ടിൽ വന്ന് നിൽക്കാം. ഞാൻ ഇവിടെ വരുന്ന സമയത്ത് കുറേ ആൾക്കാർ തിരുമ്പാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്, അലക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് മൂപ്പർ ആ സൈഡിൽ നിന്നാണ് നമ്മൾ പോലെ വീഡിയോ ഒന്നും കാര്യങ്ങളൊന്നും എടുത്തിക്കില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാത്ത ആൾക്കാരാണല്ലോ. അപ്പോൾ നമ്മൾ എടുത്തൊരു വീഡിയോ ഈ സ്പോട്ടിനാണ്. ഇത് വേറെ ഏടല്ല കേട്ടോ, നമ്മൾ വയലടയിലേക്ക് പോകുന്ന വഴിക്കുള്ള പുന്നത്തറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. നമ്മൾ ഇവരോട് ചോദിച്ചത് ഇത് ഏതാ സ്പോട്ടിനൊക്കെ ചോദിച്ചു പറഞ്ഞു. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. ആഹാ അയിമ കയറിയിരുന്നു. സുന്ദരയില്ലാതെ ദിലീപ് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതിന് വേണ്ടി ഞാൻ എന്താക്കണം അതിലേക്ക് പോകാൻ നല്ല അടിപൊളി കാലെത്തണമെന്നുണ്ട്. ടാസ്ക് എന്നാണ് കാലപ്പോ എന്നൊക്കെ പറയാം. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു. ആ ഹെൽമെറ്റും ഞാനും അവിടെ ഇരുന്നു നന്നായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി. എൻ്റെ കർത്താവേ എന്നായിരുന്നു ആദ്യം തുടങ്ങിയത്. പിന്നെ വിചാരിച്ചു കർത്താവിനെ വിളിക്കേണ്ടാകും. അപ്പം താറ്റയും കാണിച്ചിട്ട് അനുഗ്രഹമാണെന്നുണ്ടെങ്കിൽ വേഗം ജോലി നൽകി. അങ്ങനെ അനുഗ്രഹം വേണ്ടെന്നൊക്കെയാണ് ആര് പറയുന്നത്, അമ്മു അനുവൊക്കെ പറയുന്നത്. അനുവിൻ്റെ ആ ഏരിയയിലേക്കാണ് വന്നിട്ടുള്ളത്. പക്ഷെ അമ്മുവിന് വെള്ളത്തിൽ കയറി കളിക്കാൻ പറ്റിയ സ്ഥലം സ്പോട്ടാണെന്ന് പറഞ്ഞിട്ട് ഓടി വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു വേഗം പാന്ന്. അങ്ങനെ ആ സൈഡിൽ കൂടി അത്രയും റിസ്ക് എടുത്തിട്ടൊക്കെയാണ് ആര് വരുന്നത്, അമ്മ വരുന്നത്. അവിടെ വന്നതിന് ശേഷം വീഡിയോ എടുക്കുന്നത് നമ്മൾ ഷിനോജാണ്. അതുകൊണ്ടാണ് ഷിനോജിനെ കാണാത്തത്. അപ്പോൾ അനുഗ്രഹമൊക്കെ കൊടുത്ത് വേറെ ആ സൈഡിൽ പോയി അടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഇങ്ങനെ ഒരു സ്പോട്ടിലേക്ക് നിങ്ങൾക്ക് ആർക്കും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ കമ്പനിക്കാരൊക്കെ ആയിട്ട് വരാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. പിന്നെ ഇവിടെ വരുന്ന ആൾക്കാർ സ്വന്തമായിട്ട് ശ്രദ്ധിക്കുക തന്നെ വേണം. കാരണം എന്ന് വെച്ചുകൊണ്ട് നല്ല ഒഴുക്കുണ്ട്, കാണുന്നതിൻ്റെ തൊട്ടല്ല നല്ല അടിപൊളിയിൽ ഒഴുക്കുണ്ട്. ഒഴുക്കെന്ന് വെച്ചാൽ ഓരോ ഒന്നൊന്നര ഒഴുക്കെന്നു പറയാം. അത്രയും ഒഴുക്കുള്ളൊരു ഏരിയ ആണ്. നമ്മൾ അധികം അപകടമില്ലാത്ത സ്ഥലത്ത് നിന്ന് നമ്മൾ കളിക്കുന്നത്. ഇനിയും വീഡിയോകൾ നമ്മൾ എടുത്തേക്ക് ഇതിൻ്റെ കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ വേറൊരു വീഡിയോ കൂടി ഉണ്ട്, നമുക്ക് അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം. ആഹാ വിശക്കുന്നേ എന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള ഒരു തേങ്ങ എടുക്കാൻ വെച്ചിട്ട് അത് നന്നായിട്ട് പൊട്ടിക്കുകയാണ് ആര്, ഷിനോജ്. സ്വന്തം പറമ്പില്ല തേങ്ങ ഇതുവരെ എടുത്ത് പൊട്ടിച്ചിട്ടില്ലെങ്കിൽ ഫസ്റ്റ് തന്നെ ഒക്കെ എന്നാ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു കഷ്ണം പോലും തന്നില്ല. അങ്ങനെ ഞാൻ ഒരു കഷ്ണത്തിന് ചോദിച്ചു. അപ്പോൾ എനിക്ക് കഷ്ണവും കിട്ടി, ഞാനത് തിന്നുകയും ചെയ്ത്. അപ്പോൾ തിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഇതൊക്കെ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യും. അപ്പോൾ പറഞ്ഞു പോസ്റ്റ് ചെയ്യല്ലേന്ന്. ചെയ്യരുതെന്ന് പറഞ്ഞതിനെ കൊണ്ട് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ വണക്കം വണക്കം വണക്കം. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തായാലും കാണും. വേറെ ഇതേ സ്ഥലത്തുള്ള അടിപൊളി സ്പോട്ടൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്താക്കണം, കമൻ്റ് അടിക്കണം. ബൈ.